ഹായ് ഓൾ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാൾ മീൻസ് ഒരു 2 ആഴ്ചയിൽ കൂടുതലായി. കുറച്ച് തിരക്കുകളിലായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ കമൻ്റ് എല്ലാം ഞാൻ കണ്ടിരുന്നു, പക്ഷേ എല്ലാത്തിനൊന്നും എനിക്ക് റിപ്ലൈ അയക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ മെയിലിലും കുറേ കുട്ടികൾ എന്തൊക്കെയോ ചോദിച്ചിരുന്നു. ചിലതിനൊക്കെ മാത്രം എനിക്ക് മെസ്സേജ് റിപ്ലൈ പോലും അയക്കാൻ പറ്റിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അയച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. അത്രയും ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ അയക്കുമ്പോഴത്തേനും എല്ലാത്തിനും കൂടി ഇരുന്ന് ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു ടൈം എനിക്കിപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് അതൊന്നും ഞാൻ ചെയ്യാതിരുന്നത്. 1-2 ഒക്കെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസറൊക്കെ അപ്പോഴേ പറഞ്ഞങ്ങ് പോകാം. ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അയക്കുമ്പോഴത്തേന് എനിക്കും ഇപ്പോൾ നോക്കുമ്പോഴേ എല്ലാത്തിൻ്റെ ആൻസർ കിട്ടണമെന്നൊന്നുമില്ല, അപ്പോൾ എനിക്ക് ടൈം എടുക്കും. അപ്പോൾ അത്രയും ഒന്നും നോക്കിയെടുക്കാനുള്ള ടൈമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഒന്നിനും റിപ്ലൈ അയക്കാതിരുന്നത്. അതുപോലെ ഓൺലൈൻ ട്യൂഷൻ്റെ ആണെന്നുണ്ടെങ്കിലും കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു, അതൊന്നും എനിക്ക് റിപ്ലൈ അയക്കാൻ പറ്റിയില്ല. അപ്പം ഇനി അതെല്ലാം വീണ്ടും ഒന്നിന്ന് തുടങ്ങാനാണ് വിചാരം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ സെമിസ്റ്ററുകാരുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. S6-ൻ്റെ 6th സെമിസ്റ്ററിൻ്റെ BA കാരുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. S5-ൻ്റെ അവരുടെ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ S6 കേരള യൂണിവേഴ്സിറ്റി അടുത്ത ഡേറ്റ് ഇട്ടിട്ടുണ്ട്. April 15-നാണ് എക്സാമിൻ്റെ ഡേറ്റ്. അപ്പോൾ കമൻറ്റ് കണ്ടു, കുറേ കുട്ടികൾ അല്ലാതെ കുറേ പോയിംസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹിസ്റ്ററി കുറേ നാൾ കൊണ്ടേ പറയുന്നത് എനിക്ക് ഇടാനേ പറ്റുന്നില്ല. ക്രിറ്റിസിസോ ഇത് രണ്ടും എപ്പോൾ എടുത്താലും എന്തെങ്കിലും വന്ന് മുടങ്ങും. അപ്പോൾ അതെന്തായാലും ഇടുന്നുണ്ട്. ഇനി നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഹിസ്റ്ററി ഇടും. ഇന്നിപ്പോൾ ഞാൻ ഹിസ്റ്ററി അല്ല ഇടാൻ പോകുന്നത്. S6-കാരുടെ April 15 എക്സാം ആയതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് ചെയ്തു പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഒട്ടുമിക്ക കോളേജസിലും പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. കാരണം S5-ൻ്റെ എക്സാം അങ്ങോട്ട് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതിന് മുന്നേ S6 എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിക്സ് കുറച്ച് ചെയ്തു പോയതിന് ശേഷം ബാക്കി പോയിൻറ്റ്സും പ്രോസും ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഹ്യൂമാനിറ്റീസ് എന്നും പറഞ്ഞിട്ട് S6-കാർക്ക് ഒരു പേപ്പറുണ്ട്. അതിൻ്റെ ചില പോർഷൻസാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള നോട്ട്സ് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. കാരണം ഇനി അങ്ങോട്ട് ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും നടക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എന്തായാലും ഉള്ളത് കൊണ്ട് ഇങ്ങനെ വലിയൊരു ഗുണമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇതിലൂടെങ്കിലും പറയാമല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ചില പോർഷൻസ് ഞാൻ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഹ്യൂമാനിറ്റീസ് ആണ്. അതിൽ 3 മോഡ്യൂൾസ് ആണുള്ളത്. 1st, 2nd, 3rd എന്ന് പറഞ്ഞിട്ട് അതിലെ 2nd മോഡ്യൂളിലെ ഒരു പോർഷനാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ലിറ്റററി കാനൺ എന്നും പറഞ്ഞിട്ട് ഒരു പോർഷനുണ്ട്. അപ്പം അതൊന്ന് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ലിറ്റററി കാനൺ. In fiction and literature, the canon is the collection of works considered representative of a period of genre or genre. എന്താണ് ഈ ലിറ്റററി കാനൺ എന്ന് വെച്ചാൽ ഒരു പീരീഡിനെ മീൻസ് ഒരു കാലഘട്ടത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക്സ്. ഇതിനെയാണ് നമ്മൾ ലിറ്റററി കാനൺ എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക്സ് ആണ് ഇത്. ഒരു പർട്ടിക്കുലർ ജേണലിലുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പോ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക്സ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്രയും വർക്ക്സ് ആയിരിക്കും ആ ഒരു കാലഘട്ടത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന വർക്ക്സ്. ഇപ്പം ഇതിൽ എക്സാമ്പിൾസ് വരുന്നുണ്ട്. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇൻ ഫിക്ഷൻ ആൻഡ് ലിറ്ററേച്ചർ ദ കാനൺ ഈസ് ദ കളക്ഷൻ ഓഫ് വർക്ക്സ് കൺസിഡേർഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ പീരീഡ് ഓർ ജേണർ. ഒരു കാലഘട്ടത്തെയോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ജേണറിനെയോ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക്സിനെയാണ് നമ്മൾ ലിറ്റററി കാനൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയാണ്, ഇപ്പോൾ ഈ വില്യം ഷേക്സ്പിയറിൻ്റെ ഒട്ടുമിക്ക വർക്ക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കാനൺ വർക്ക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വർക്കാണ്. ഒട്ടുമിക്ക ഗ്രൂപ്പിലും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഷേക്സ്പിയറിൻ്റെ ഒരു ഗ്രൂപ്പ് വർക്ക്സ് എന്തായാലും കാണും. അപ്പം അവരും എക്സാമ്പിളായിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. വില്യം ഷേക്സ്പിയറിൻ്റെ ചില വർക്ക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന വെസ്റ്റേൺ ലിറ്ററേച്ചറിലെ ഈ ഒരു കാനൺ ടൈപ്പിൽ അതിൽ ഉൾപ്പെടുന്ന വർക്ക്സ് ആണ്. സിൻസ് ഹിസ് റൈറ്റിംഗ് ആൻഡ് റൈറ്റിംഗ് സ്റ്റൈൽ ഹാസ് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ നിയർലി ഓൾ ആസ്പെക്ട്സ് ഓഫ് ദാറ്റ് ജേണർ. ആ ഒരു ജേണറിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജേണറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ സിഗ്നിഫിക്കൻസ് ഉള്ള വർക്ക്സാണ് ആരുടേതെന്ന് പറയുന്നത്, വില്യം ഷേക്സ്പിയറിൻ്റേതെന്ന് പറയുന്നത്. ഇനി ഹൗ ദ കാനൺ ചേഞ്ചസ് എങ്ങനെയാണ്. അപ്പം ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആദ്യമേ മനസ്സിലാക്കുക എന്താണ് ഈ ലിറ്റററി കാനൺ എന്ന് നമ്മൾ പറഞ്ഞത്. ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക്സ് ആണ് ഈ ലിറ്റററി കാനൺ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എടുത്തു വെച്ച കുറേ ഗ്രൂപ്പ് ഓഫ് വർക്ക്സിനെ അല്ല പറയുന്നത്. അത്രയും വർക്ക്സ് ആയിരിക്കും നമ്മൾ ആ ഒരു കാലഘട്ടത്തെയോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജേണറിനെയോ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് വില്യം ഷേക്സ്പിയറിൻ്റെ വർക്ക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്തത് ഹൗ ദ കാനൺ ചേഞ്ചസ്. ഈ പറയുന്ന കാനൺ അതിനൊരു ചേഞ്ച് വരുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം പറയാണ്.
The accepted body of work that comprises the canon of Western literature has evolved and changed over the years. എന്താ വെസ്റ്റേൺ ലിറ്ററേച്ചറിൻ്റെ ലിറ്റററി കാനൺ എന്ന് കൺസിഡർ ചെയ്തിരുന്ന ആ ഒരു ബോഡി ഓഫ് വർക്ക്സിന് ചേഞ്ചസ് ഉണ്ടായി. കുറേ സെഞ്ച്വറീസായി അതിന് മാറ്റം വന്നു. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഒരു കാലഘട്ടത്തിൽ കുറേ ബുക്സ് എടുത്തു വെച്ചിട്ട് ഈ ഒരു കാലഘട്ടത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോണറിൽ വരുന്നത് എന്നുള്ള നിലയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക്സിനെ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. മീൻസ് അങ്ങനെ അതിൻ്റെ വാല്യൂ വെച്ചിട്ട് അതങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ പോകെ പോകെ സെഞ്ച്വറീസ് മാറുന്നതനുസരിച്ച് ഇത് തന്നെ ആയിരിക്കണം ലിറ്റററി കാനണിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അത് ഈ മാറ്റങ്ങൾ വരും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഇറ്റ് വാസ് പോപ്പുലേറ്റഡ് പ്രൈമർലി ബൈ വൈറ്റ് മെൻ ആൻഡ് വാസ് നോട്ട് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് വെസ്റ്റേൺ കൾച്ചർ ആസ് എ ഹോൾ. തുടക്ക ടൈമിൽ ഈ ഒരു വെസ്റ്റേൺ ലിറ്ററേച്ചറിലെ ലിറ്റററി കാനൺ എന്ന് പറയുന്ന വർക്ക്സ്, അതായത് അതിൽ ഉൾപ്പെടുന്ന വർക്ക്സ് പോപ്പുലേറ്റഡ് ആയത് വൈറ്റ് മെന്നിനെ വെച്ചിട്ടാണ്. അവരാണ് അതിനെ അങ്ങനെ ആക്കിയത്. പക്ഷേ എന്ന് വെച്ചിട്ട് ആ ഒരു വെസ്റ്റേൺ ലിറ്ററേച്ചറിൽ പെടുന്ന എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുള്ള വർക്ക്സ് ഒന്നും ആയിരുന്നില്ല ഈ വൈറ്റ് മെന്നിനാൽ പോപ്പുലേറ്റഡ് ആയ വർക്ക്സ് എന്ന് പറയുന്നത്. Over time, some works become less pertinent in the canon as they are replaced by more modern counterparts. നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇയേഴ്സ് പോകുന്നതിനനുസരിച്ച് ഈ ലിറ്റററി കാനൺ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വർക്ക്സിന് മാറ്റങ്ങൾ വരും. ചില വർക്ക്സ് മാറിയിട്ട് അതിന് റീപ്ലേസ്മെൻറ്റ് സംഭവിക്കും. അതായത് ആ സ്ഥാനത്ത് വേറെ വർക്ക് ഇൻക്ലൂഡ് ചെയ്യും. For instance, the works of Shakespeare and Chaucer are still considered significant. ഷേക്സ്പിയറിൻ്റെ ആയാലും ചോസറിൻ്റെ ആയാലും വർക്ക്സ് ഇന്നും നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. But lesser known writers of the past, such as William Blake and Matthew Arnold, have faded in relevance, replaced by modern counterparts like Ernest Hemingway, Langston Hughes and ടോണി മോൾസൺ. അപ്പോൾ എന്താ അവർ പറയുന്നത്? ഷേക്സ്പിയറിനെയും ചോസറിനെയൊക്കെ ആ ലിറ്റററി കാനണിൽ പെടുത്തുന്നുണ്ടെങ്കിൽ, മീൻസ് അവരുടെ വർക്ക്സ് അതിൽ ഇപ്പോഴും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഈ പറയുന്ന വില്യം ബ്ലേക്ക് അല്ലെങ്കിൽ മാത്യു അർണോൾഡിനെ പോലുള്ള ചില റൈറ്റേഴ്സിൻ്റെ വർക്ക്സിനെ റീപ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ആ സ്ഥാനത്ത് ഇന്ന് ആരായി? നമ്മുടെ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ അല്ലെങ്കിൽ ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെയും ടോണി മോർസിൻ്റെയും വർക്ക്സ് വന്നു എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്, ലിറ്റററി കാനണിൽ ഉൾപ്പെടുന്ന കുറേ വർക്ക്സ് ഇപ്പം ഉണ്ടെങ്കിലും സെഞ്ച്വറീസ് മാറുന്നതിനനുസരിച്ച് അത് ഈ മാറ്റങ്ങൾ വരാം. അതായത് റീപ്ലേസ്മെൻറ്റ് സംഭവിക്കും. ചില വർക്ക്സ് മാറിയിട്ട് ആ സ്ഥാനത്ത് വേറെ വർക്ക് വന്നു നിന്നിരിക്കാം. അതിനുള്ള എക്സാമ്പിളാണ് പറയുന്നത്. മാത്യു അർണോൾഡ് ആയാലും അല്ലെങ്കിൽ വില്യം ബ്ലേക്കിനെ പോലുള്ളവരുടെ ആയും വർക്ക്സ് ആ ലിറ്റററി കാനണിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആരോടൊപ്പം? ചോസറിൻ്റെയും ഷേക്സ്പിയറിനോടൊപ്പം ഉൾപ്പെടുത്തിയിരുന്നുണ്ടെങ്കിലും സെഞ്ച്വറീസ് മാറിയപ്പോൾ ചിലതിനൊക്കെ മാറ്റം വന്നു. ഇവരുടെയൊക്കെ വർക്ക്സ് മാറിയിട്ട് അവിടെ ടോണി മോറിസിൻ്റെയൊക്കെ വർക്ക്സ് അല്ലെങ്കിൽ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെയൊക്കെ വർക്ക്സ് അതിലേക്ക് ഇൻക്ലൂഡഡ് ആയി എന്നാണ് പറയുന്നത്. ഇനി ഒറിജിൻ ഓഫ് ദ വേർഡ് കാനൺ. ഈ കാനൺ എന്ന് പറയുന്ന വേർഡിൻ്റെ ഒറിജിനെ കുറിച്ച് പറയാണ്. ഇൻ റിലീജിയസ് ടേംസ് എ കാനൺ ഈസ് സ്റ്റാൻഡേർഡ് ഓഫ് ജഡ്ജ്മെൻറ്റ് ഓർ എ ടെക്സ്റ്റ് കണ്ടെയ്നിങ് ദോസ് വ്യൂസ് സച്ച് ആസ് ദ ബൈബിൾ ഓർ ദ ഖുറാൻ. റിലീജിയസ് വ്യൂ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഈ കാനൺ എന്ന് പറയുന്നതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഓഫ് ജഡ്ജ്മെൻറ്റ് ഓർ എ ടെക്സ്റ്റ് കണ്ടെയ്നിങ് ദോസ് വ്യൂസ് സച്ച് ആസ് ദ ബൈബിൾ ഓർ ദി ഖുറാൻ. ഈ പറയുന്ന ഹോളി ബുക്സിൻ്റെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ആ മോറൽസ് ഷെയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബുക്സിനെയാണ് നമ്മൾ ലിറ്റററി കാനണിൽ ഉൾപ്പെടുത്തുന്നത് എന്നായിരുന്നു എന്തൊരു വ്യൂ പോയിന്റിൽ നമ്മൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലീജിയസ് ടൈമിൽ വെച്ച് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നത്. Sometimes within religious traditions as views evolve or change. എന്നാൽ പക്ഷേ ഈ റിലീജിയസ് ട്രഡീഷനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ചില വ്യൂസിൽ എന്ത് ചെയ്യും? ചേഞ്ചസ് വരാറുണ്ട്. Some formerly canonical texts become apocryphal, meaning outside the realm of what is considered representative. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ അപ്പോക്രിഫൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഓതൻറ്റിസിറ്റിയെക്കുറിച്ച് ഡൗട്ട്ഫുൾ ആണ് എന്നുള്ള രീതിയാണ് ഈ അപ്പോക്രിഫൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിറ്റററി കാനണിലുള്ള അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചില വർക്ക്സ് സെഞ്ച്വറീസ് പോകുമ്പോൾ ചിലപ്പോൾ ആക്കിപ്പെടാമെന്നാണ് പറയുന്നത്. അപ്പോക്രിഫൽ എന്നുള്ള ഇതിലേക്ക് മാറും. മീൻസ് അതിൻ്റെ ഓതൻറ്റിസിറ്റിയെ ഡൗട്ട്ഫുൾ ആകുന്ന രീതിയിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും ഓതൻറ്റിസിറ്റിയിൽ ഡൗട്ട് വരും എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജോണറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് വരും. അങ്ങനെ വന്നാൽ അതിനെ എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല? ലിറ്റററി കാനണിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. സം അപ്പോക്രിഫൽ വർക്ക്സ് ആർ നെവർ ഗ്രാൻഡഡ് ഫോർമൽ അക്സെപ്റ്റൻസ് ബട്ട് ആർ ഇൻഫ്ലുവൻഷ്യൽ നെവർത്ത്ലെസ്. ചില ഇത്തരത്തിലുള്ള അപ്പോക്രിഫൽ വർക്ക്സ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഈ ഒരു ഫോർമലി അതിനൊരു അക്സെപ്റ്റൻസ് ലഭിക്കത്തില്ല. മീൻസ് ലിറ്റററി കാനണിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എങ്കിൽ കൂടിയും
അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ ഇൻഫ്ലുവൻഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നതിന് ഒരു മാറ്റവും ചിലപ്പോൾ വരാറില്ല. ചിലപ്പോൾ അതിൻ്റെ ലിറ്റററി കാനണിൽ നിന്ന് മാറ്റിയേക്കാം, എന്നാലും ആ ഒരു സിഗ്നിഫിക്കൻസ് അതിൻ്റെ അതുപോലെ നിലനിൽക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള വർക്ക്സും ഉണ്ട്. An example of an apocryphal text in Christianity would be the Gospel of Mary Magdalene. An example ആയിട്ട് പറയുകയാണ്, ഇത്തരത്തിൽ റിലീജിയസ് ടൈമിൽ അപ്പോക്രിഫൽ ടൈപ്പിൽ വരുന്ന ഒരു ടെക്സ്റ്റിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ് ഗോസ്പൽ ഓഫ് മേരി മഗ്ദലൻ. This is a highly controversial text, not widely recognized in the church, but it is believed to be the words of one of Jesus' closest companion. ഈ പറയുന്ന ഗോസ്പൽ ഓഫ് മേരി മഗ്ദലൻ എന്ന് പറയുന്ന ഈ ഒരു വർക്ക് കോൺട്രവേഴ്സ്യൽ ടെക്സ്റ്റ് ആണ്, ഒരുപാട് കോൺട്രവേഴ്സീസ് ഉയർത്തിയ ഒരു ടെക്സ്റ്റാണ്. പക്ഷേ ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി ദ വേർഡ്സ് ഓഫ് വൺ ഓഫ് ജീസസ് ക്ലോസസ്റ്റ് കമ്പാനിയൻ. എന്താ ഇതിന് ആ ഒരു ലിറ്റററി കാനണിൽ പെടുത്താമോ അല്ലെങ്കിൽ അതിന് ചർച്ച് അക്സെപ്റ്റ് ചെയ്യുന്നോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ലെങ്കിൽ കൂടിയും ഇത്രയും ഒരു കോൺട്രവേഴ്സീസ് ഉയർത്തിയ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. അതിനെ ഒരുപക്ഷെ ലിറ്റററി കാനണിൽ ഉൾപ്പെടുത്താൻ പറ്റിയേക്കില്ല, എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാലും ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അതുപോലെ നിലനിൽക്കുന്ന ഒരു ടെക്സ്റ്റിന് എക്സാമ്പിളാണ് ഈ പറയുന്ന ഗോസ്പൽ ഓഫ് മേരി മഗ്ദലൻ എന്ന് പറയുന്നത്. People of color have become more prominent parts of the canon as a past emphasis on a Eurocentrism was waned. ഇനി പറയാണ് പണ്ട് കാലത്ത് നിന്ന് ഇപ്പോൾ ഈ മോഡേൺ ടൈമിലേക്ക് പുതിയ വന്ന മാറ്റങ്ങൾ പറയുകയാണ്. അപ്പോൾ പറയാണ് ഒരു നമ്മുടെ ഏൻഷ്യൻ ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിറ്റററി കാനൺ എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് കൂടുതലും ഏതായിരുന്നു? വൈറ്റ് മെന്നിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ആയിരിക്കും. പക്ഷേ പോകെ എന്തു ചെയ്തു, ഈ ഒരു യൂറോ സെൻട്രിസത്തിന് എന്ത് സംഭവിച്ചു? അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. യൂറോ സെൻട്രിസം എന്നൊക്കെ പറയുമ്പോഴത്തേന് കൊളോണിയലിസം അല്ലെങ്കിൽ ഓറിയന്റലിസം എന്നൊക്കെ പറയുന്ന പോലെ വൈറ്റിൻ്റെ ആ ഒരു ആധിപത്യമുള്ള ടൈം, ബാക്കിയുള്ളവരെ എല്ലാം മാറ്റിയിട്ട് അവരുടെ ആ ഒരു ആധിപത്യം പവർ ഉണ്ടായിരുന്നല്ലോ, അതിനാണ് യൂറോ സെൻട്രിസം എന്ന് പറയുന്നത്. അത് പണ്ട് അങ്ങനെയായിരുന്നു. പക്ഷേ ഈ യൂറോ സെൻട്രിസം എന്ത് ചെയ്തു? പോകെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഈ ലിറ്റററി കാനണിലുള്ള വൈറ്റിൻ്റെ പ്രോമിനൻസും കുറഞ്ഞ് പകരം അവിടെയും ആര് കൂടെ ഇൻക്ലൂഡഡ് ആവാൻ തുടങ്ങി? ഈ പറയുന്ന ബ്ലാക്കും കൂടെ ഇൻക്ലൂഡഡ് ആകാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, കണ്ടംപററി റൈറ്റേഴ്സ് സച്ച് ആസ് ലൂയിസ് എഡ്രിച്ച്, ദ റൗണ്ട് ഹൗസ്, Amy Tan, the Joey Ludlow and James Baldwin Notes of a Native Son are representative of entire subgenres of African American, Asian American and Native American styles of writing. എക്സാമ്പിൾ ഇതിനു വേണ്ടിയിട്ട് പറയാണ്, ഇപ്പോൾ ഈ പറയുന്ന ലിറ്റററി കാനണിൽ പെടുത്തുന്ന ചില വർക്ക്സ് എന്ന് പറയുന്നത് ആരുടേതാണ്? ഈ വായിച്ച ഈ ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ കൂടെയാണ്. അതായത് ആഫ്രിക്കൻ അമേരിക്കൻസും കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആയി എന്നുള്ളതിന് എക്സാമ്പിൾ പറയുകയാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, സെഞ്ചുറീസ് മാറുന്നതനുസരിച്ച് യൂറോ സെൻട്രിസം എന്നൊക്കെ പറയുന്നതിൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാറിയിട്ട് പകരം ആ സ്ഥാനത്ത് ഈ പീപ്പിൾ ഓഫ് കളറും കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻക്ലൂഡഡ് ആകാൻ തുടങ്ങി എന്നുള്ളതിന് എക്സാമ്പിളാണ് ഇവരുടെ ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് പറയുമ്പോൾ വായിച്ചു പോകുമ്പോഴത്തേന് ചില റൈറ്റേഴ്സിൻ്റെ പേരും അവരുടെ വർക്ക്സും ബ്രാക്കറ്റിൽ വരുന്നുണ്ട്. അതുകൂടെ വായിച്ചിട്ട് പോവുക, കാരണം അതും ചോദിക്കുന്നുണ്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അതുകൂടെ നോക്കിയേക്കാം. അപ്പോൾ അടുത്തത് പോസ്റ്റ്മസ് അഡിഷൻസ്. Some writers and artists' work is not as well appreciated in their time, and their writing becomes part of the canon many years after their deaths. ഈ പോസ്റ്റ്മസ് എന്ന് പറയുമ്പോഴത്തേന് തന്നെ അറിയാലോ, മരണശേഷമുള്ളതാണ് ഈ പോസ്റ്റ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്, ചില റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് അവരുടെ ആ ജീവിച്ചിരിക്കുന്ന ആ ഒരു ലൈഫ് ടൈമിൽ എന്താവത്തില്ല, ബാക്കിയുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഈ ലിറ്റററി കാനണിൽ ഉൾപ്പെടുന്ന അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് മിക്കതും ഈ ഇത്തരത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് എപ്പോഴായിരിക്കും? ഇവരുടെ മരണശേഷമായിരിക്കും. ദിസ് ഈസ് എസ്പെഷ്യലി ട്രൂ ഓഫ് ഫീമെയിൽ റൈറ്റേഴ്സ് സച്ച് ആസ് ഷാർലറ്റ് ബ്രോണ്ടി, ജെയിൻ ഓസ്റ്റൻ, എമിലി ഡിക്കിൻസൺ ആൻഡ് വിർജീനിയ വോൾഫ്. ഈ ഒരു കാര്യം, ഈ അതായത് ചിലരുടെയൊക്കെ പോസ്റ്റ്മസ്ലി മാത്രമേ എന്താകൂ, ഇത്തരത്തിൽ പോപ്പുലർ ആകൂ എന്ന് പറയുന്നതിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് കുറേ ഫീമെയിൽ റൈറ്റേഴ്സിൻ്റെ വർക്ക്സും അവരുടെ പേരും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതും നോക്കിയേക്കാം. ഏതൊക്കെയാണ് പറയുന്നത്? ഷാർലറ്റ് ബ്രോണ്ടി, ജെയിൻ ഓസ്റ്റൻ, എമിലി ഡിക്കിൻസൺ ആൻഡ് വിർജീനിയ വോൾഫ്. ഇവരുടെയൊക്കെ വർക്ക്സും പറയുന്നുണ്ട്. പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ആയാലും, ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഓഫ് ഡെത്ത്, എ റൂം ഓഫ് വൺസ് ഓൺ, ജെയിൻ എയർ. ഇതൊക്കെ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഈ ഓതേഴ്സ് മരിച്ചതിന് ശേഷം പോപ്പുലർ ആകുന്ന ബുക്സാണ്. ആ റൈറ്റേഴ്സും അതിന് ശേഷമാണ് പോപ്പുലർ ആകുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് പറഞ്ഞു പോവുകയാണ്. ഇനി അടുത്തതായിട്ട് പറയാണ്, ദി ഇവോൾവിംഗ് കാനൺ ലിറ്റററി ഡെഫിനിഷൻ.
Many teachers and schools rely on the canon to teach students about literature, so it is crucial that it includes works that are representative of society, providing a snapshot of a given point in time. ഈ പറയാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ആയാലും അല്ലെങ്കിൽ സ്കൂൾസിലായാലും എല്ലാം കൂടുതലും നമ്മൾ ഒരു കാലഘട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോണറിനെ കുറിച്ചോ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഈ ലിറ്റററി കാനണിനെയാണ്. മീൻസ് അത് ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന വർക്ക്സിനെ എടുത്ത് വെച്ചിട്ട് പഠിപ്പിക്കുമ്പോഴാണ് എന്ത് മനസ്സിലാകുന്നത്, ആ ഒരു കാലഘട്ടത്തെയും അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് അത് പഠിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ കൂടുതലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഈ പറയുന്ന ലിറ്റററി കാനൺസിനെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ഉറപ്പുവരുത്തണം? അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വർക്ക്സ് സൊസൈറ്റിയെ അല്ലെങ്കിൽ പ്രൊവൈഡിങ് എ സ്നാപ്ഷോട്ട് ഓഫ് എ ഗിവൺ പോയിന്റ് ഇൻ ടൈം, ആ കാലഘട്ടത്തിൻ്റെ എല്ലാം വിളിച്ചു പറയുന്ന തരത്തിലുള്ള ഒന്നായിരിക്കണം എന്നുകൂടെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. This of course has led to many disputes among literary scholars over the years. ഇത് ഒരുപാട് ഡിസ്പ്യൂട്ട്സ് അറൈസ് ചെയ്യുന്നതിന് കാരണമായ ഒരു കാര്യവുമാണ്. Arguments about which works are worthy of further examination and study are likely to continue as cultural norms and more shift and evolve. എന്താ ഇപ്പോഴും ഈ ഒരു ആർഗ്യുമെൻറ്റ്സ് ഇതിനെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ലിറ്റററി കാനണിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വർക്ക്സിനെ എടുത്ത് ചേർക്കാനായിട്ട് പറ്റത്തില്ല. അത് ഇത്രയും സിഗ്നിഫിക്കൻസ് ഉള്ളത് മാത്രമേ അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ പേരിലുള്ള ഏതിനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ പേരിലുള്ള ആർഗ്യുമെന്റ്സ് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ബൈ സ്റ്റഡിയിങ് കാനണിക്കൽ വർക്ക്സ് ഓഫ് ദ പാസ്റ്റ് വി ഗെയിൻ ന്യൂ അപ്രിസിയേഷൻ ഫോർ ദം ഫ്രം എ മോഡേൺ പെർസ്പെക്റ്റീവ്. അതായത് ഇപ്പം നമ്മൾ പാസ്റ്റിൽ ഒരു കാനണിക്കൽ വർക്ക് എടുത്തു വെച്ച് സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ മോഡേൺ റൈറ്റേഴ്സ് അല്ലെങ്കിൽ മോഡേൺ റീഡേഴ്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും നമുക്ക് അതിലൂടെ കിട്ടുന്നത്. പണ്ടിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു വെച്ചതെന്ന് വെച്ചിട്ട് അത് ഈ മോഡേൺ ടൈമിലുള്ള ഒരാളെടുത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കോളർ എടുത്ത് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്നത് എന്താണ്? പുതിയൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കത്തില്ലേ അതിന് കിട്ടുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ട വർക്ക്സ് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ അത് ഫ്യൂച്ചറിൽ എക്സാമിൻ ചെയ്യാൻ അർഹതപ്പെടുന്നതാണോ, അത്ര സിഗ്നിഫിക്കൻ്റ് ആയതാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് വേണം ഈ പറയുന്ന ലിറ്റററി കാനണിൽ ഉൾപ്പെടുത്താനായിട്ട്. ഫോർ ഇൻസ്റ്റൻസ്, Walt Whitman's epic poem Song of Myself is now viewed as a seminal work of gay literature. During Whitman's lifetime, it was not necessarily read within that context. അവർ പറയാണ് ഈ വാൾട്ട് വിറ്റ്മാൻസ് എപ്പിക് പോയമായ സോങ് ഓഫ് മൈസെൽഫ് എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയ ആ ഒരു ടൈമിൽ അത്ര കണ്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ഒന്നല്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു മോഡേൺ ടൈമിൽ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, വൈഡ്ലി റെഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന എപ്പിക് പോയം എന്ന് പറയുന്നത്. അപ്പം അതുപോലെ എന്താണ് നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സിന് മാറ്റം വരുന്നുണ്ട്. ഏഷ്യൻ ടൈമിലുള്ള പേഴ്സ്പെക്റ്റീവ് ആയിരിക്കത്തില്ലല്ലോ ഈ മോഡേൺ ടൈമിൽ. അപ്പം അങ്ങനെ കൂടെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ലിറ്റററി കാനണിൽ ഉൾപ്പെടുത്താനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് ലിറ്റററി കാനൺ എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു, എന്താണ് ലിറ്റററി കാനൺ എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക്സ് ആണ്. പേര് കേൾക്കുമ്പോൾ വേറെ ഒന്നും വിചാരിക്കാൻ വേണ്ട, എന്താ ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക്സിന് മാത്രമാണ് നമ്മൾ ഈ ലിറ്റററി കാനൺ എന്ന് പറയുന്നത്. അതിന് വന്ന ചേഞ്ചസ്, അതിന് എങ്ങനെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ ആ വേർഡ് കാനൺ എന്ന് പറയുന്നതിൻ്റെ ഒറിജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് കാനൺ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പോസ്റ്റ്മസ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ ദ ഇവോൾവിങ് കാനൺ ലിറ്റററി ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് ഇപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ മോഡേൺ പെർസ്പെക്റ്റീവിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കുറേ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ. വേർഡിൻ്റെ ഒറിജിനും അതും കുറേ പിന്നെ റൈറ്റേഴ്സിൻ്റെ പേരും ഓരോ വർക്ക്സും ഒക്കെ പറയുന്നു. ഇതുകൂടെ ഒന്ന് നോക്കിയേക്കാം. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ലിറ്റററി ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. ലിറ്റററി ക്രിറ്റിസിസം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇൻഫോംഡ് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് എ പീസ് ഓഫ് ലിറ്ററേച്ചർ ഓർ ആസ് എ റിട്ടൺ സ്റ്റഡി, ഇവാലുവേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ. ഇനി നമ്മൾ ക്രിറ്റിസിസത്തിലേക്ക് പോവുകയാണ്. എന്താണ് ക്രിറ്റിസിസം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ലിറ്റററി ക്രിറ്റിസിസത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അൻ ഇൻഫോംഡ് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് എ പീസ് ഓഫ് ലിറ്ററേച്ചർ. അറിയാമല്ലോ, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വർക്കിനെ എടുത്തു വെച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ വെച്ചിട്ട്, മീൻസ് ആ ഒരു ക്രിട്ടിക്കിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ വെച്ചിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന, അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അവരതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ പഠിച്ചെഴുതുക. പിന്നെ ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്, എ റിട്ടൺ സ്റ്റഡി, ഇവാലുവേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ. റിട്ടൺ സ്റ്റഡിയാണ് ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. സ്റ്റഡി മാത്രമല്ല, ഇവാലുവേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ.
The literary criticism is a concept formed on the basis of critical analysis and primarily estimates the value and merit of literary works for the presence or quality of certain parameters of literary characteristics. അങ്ങനെ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ്. എന്താണതിൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഓൺ ദ ബേസിസ് ഓഫ് ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് പ്രൈമർലി എസ്റ്റിമേറ്റ്സ് ദ വാല്യൂ ആൻഡ് മെറിറ്റ് ഓഫ് ലിറ്റററി വർക്ക്സ്. അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മെറിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഫോർ ദി പ്രസൻസ് ഓർ ക്വാളിറ്റി ഓഫ് സർട്ടൺ പാരാമീറ്റേഴ്സ് ഓഫ് ലിറ്റററി ക്യാരക്ടേഴ്സ്. അതിന് നമുക്ക് തോന്നുന്ന രീതിയിൽ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് പോകുകയല്ല. സർട്ടൺ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ബേസിൽ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റിനെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടേതായ ഒരു പേഴ്സ്പെക്റ്റീവ് നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേമിനെ ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എന്താണ് ക്രിറ്റിസിസം എന്നുള്ളത്. ഇനി ലിറ്റററി അനാലിസിസ് ഓൺ ദ ബേസിസ് ഓഫ് ലിറ്റററി തിയറി. ഇനി ഇതിന് കുറേ തിയറീസ് ഉണ്ട്. നമ്മൾ വെറുതെ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് അങ്ങ് ലിറ്റററി ക്രിറ്റിസിസം നടത്തിയേക്കാം എന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. കുറേ ക്രിട്ടിക്കൽ തിയറീസ് ഉണ്ട്. ഈ ക്രിറ്റിസിസത്തിന് നമ്മൾ അറിയേണ്ട ഈ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള കുറേ തിയറീസ് ഉണ്ട്. ആ തിയറീസിനെ കുറിച്ച് എടുത്ത് പറയുകയാണ്. Literary theories are broad corpus of ideas which act as different lenses critics use to view and talk about art, literature and even culture. ക്രിട്ടിക്സ് ഈ പറയുന്ന ആർട്ടിനെ കുറിച്ചായാലും ലിറ്ററേച്ചറിനെ കുറിച്ചായാലും അല്ലെങ്കിൽ കൾച്ചറിനെ കുറിച്ചായാലും ഒരു സ്റ്റഡി നടത്തുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വ്യൂ പറയണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ലെൻസസ് എന്നാണ് പറയുന്നത്. മീൻസ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നതിനുള്ള കുറേ ലെൻസസ് എന്നുള്ള രീതിയിലാണ് ഈ ക്രിട്ടിക്കൽ തിയറീസിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ തിയറീസിൻ്റെ ബേസിലാണ് നമ്മൾ ഓരോ വർക്കിനെയും നോക്കിക്കാണുന്നതും അനലൈസ് ചെയ്യുന്നതും. These different lenses allow critics to consider works of art based on certain assumptions within that school of theory. എന്താ ചെയ്യുന്നത്, ഈ ഒരു തിയറിയുടെ ബേസിൽ എത്ര കണ്ട് ഇത് ഓക്കെ ആണ് അല്ലെങ്കിൽ ആ വർക്ക് ആ പറയുന്ന അസംഷൻസിൽ ഇത് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കി നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടുള്ളൊരു ഹെൽപ്പിംഗ് ടൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം, ഈ തിയറീസിനെ പറയാം. The different lenses also allow critics to focus on particular aspects of a work they consider important. അവർ കൺസിഡർ ചെയ്യുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെൻസ് കൂടെയാണ് എന്തെന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. അതിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തിയറീസ് ഒന്നും അറിയാത്തൊരു സാധാരണ ഒരാൾ വന്നിട്ട് ഒരു വർക്കിനെ എടുത്ത് വെച്ച് ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയത്തില്ലായിരിക്കും. നമുക്കല്ലാതെ കോമൺ ആയിട്ട് തോന്നുന്ന ജനറലി തോന്നുന്ന കുറേ കാര്യങ്ങൾ നമ്മളങ്ങ് പറഞ്ഞു പോകും. പക്ഷേ അതല്ല, ഈ തിയറീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എവിടെ ഫോക്കസ് ചെയ്യണം, എന്തിനെക്കുറിച്ച് പറയണം എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. അതാണ് ഈ തിയറീസിൻ്റെ യൂസ് എന്ന് പറയുന്നത്. For example, if a critic is working with certain Marxist theories, she might focus on how the characters in a story interact based on their economic situation. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് അവർ പറയുകയാണ്, ഇപ്പോൾ മാർക്സിസ്റ്റ് തിയറി കുറേ തിയറീസ് ഉണ്ട്. അതിലൊരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ മാർക്സിസ്റ്റ് തിയറിയുടെ ബേസിൽ ഒരു പർട്ടിക്കുലർ വർക്കിനെ എടുത്ത് വെച്ചിട്ട് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റഡി ചെയ്യുന്ന ക്രിട്ടിക്ക് അവിടെ ഫോക്കസ് ചെയ്യുന്നത് മീൻസ് മാർക്സിസ്റ്റ് തിയറിയുടെ ബേസിൽ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയായിരിക്കും, ഹൗ ദ ക്യാരക്ടേഴ്സ് ഇൻ എ സ്റ്റോറി ഇൻട്രാക്ട് ബേസ്ഡ് ഓൺ ദെയർ എക്കണോമിക് സിറ്റുവേഷൻ. അതിലെ ക്യാരക്ടേഴ്സ് അവരുടെ എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമായിരിക്കും മാർക്സിസ്റ്റ് തിയറിയുടെ ബേസിൽ വെച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ക്രിട്ടിക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. If a critic is working with post colonial theory, ഇനി പോസ്റ്റ് കൊളോണിയൽ തിയറിയുടെ ബേസിൽ ഒരു വർക്കിനെ എടുത്ത് വെച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ he or she might consider the same story but look at how characters from colonial powers treat characters from say Africa or the Caribbean. അതായത് ഈ പറയുന്ന പോസ്റ്റ് കൊളോണിയൽ തിയറിയുടെ ബേസിൽ ഒരു വർക്കിനെ എടുത്തു വെച്ചൊരു ക്രിട്ടിക്ക് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രിട്ടിക്ക് അവിടെ ഫോക്കസ് കൊടുക്കേണ്ടത് എന്തിനായിരിക്കും, ക്യാരക്ടേഴ്സ്, ഹൗ ക്യാരക്ടേഴ്സ് ഫ്രം കൊളോണിയൽ പവേഴ്സ് ട്രീറ്റ് ക്യാരക്ടേഴ്സ് ഫ്രം ആഫ്രിക്ക ഓർ ദി കരീബിയൻ. കൊളോണിയൽ പവറിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് ഈ പറയുന്ന ആഫ്രിക്കൻ അമേരിക്കൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കരീബിയൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും ആര് ഫോക്കസ് ചെയ്യുന്നത്, ഈ പോസ്റ്റ് കൊളോണിയൽ തിയറിയുടെ ബേസിൽ ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തുന്ന ഒരു ക്രിട്ടിക്ക് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞു, പിന്നെ എന്താണ് ക്രിട്ടിക്കൽ തിയറീസ് എന്നുള്ള കാര്യം പറഞ്ഞു, അതിൻ്റെ യൂസും പറഞ്ഞു. ഇനി ഈ പറയുന്ന ടൈപ്സ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ഏതൊക്കെയാണ് ടൈപ്സ് എന്നുള്ള കാര്യം പറഞ്ഞു പോവുകയാണ്.
Literary criticism includes various techniques of literature analysis which are widely used for critical essay writing and drafting analysis for text and materials against specific merits of evaluation. അപ്പോൾ എന്താണ് ഈ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുകയാണ്. ലിറ്റററി ക്രിറ്റിസിസം ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? വേരിയസ് ടെക്നിക്സ് ഓഫ് ലിറ്ററേച്ചർ അനാലിസിസ്. ലിറ്ററേച്ചർ അനാലിസിസിന് ഉപയോഗിക്കുന്ന വേരിയസ് ടെക്നിക്സ് ആണ് ഈ പറയുന്ന ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വിച്ച് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ ക്രിട്ടിക്കൽ എസ്സേ റൈറ്റിംഗ്. നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണ് ആ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ എസ്സേ റൈറ്റിങ്ങിനോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് അനാലിസിസ് ഫോർ ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുമല്ലോ അതിന് വേണ്ടിയിട്ടോ, ആൻഡ് മെറ്റീരിയൽസ് എഗെയിൻസ്റ്റ് സ്പെസിഫിക് മെറിറ്റ്സ് ഓഫ് ഇവാലുവേഷൻ. ചില സ്പെസിഫിക് ആയിട്ടുള്ള ആംഗിൾസിൽ നിന്നുള്ള ഇവാലുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള എസ്സേ റൈറ്റിങ്സിലും ടെക്സ്റ്റിൻ്റെ ഡ്രാഫ്റ്റ് അനാലിസിസിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ആണ്, അല്ലെങ്കിൽ ടെക്നിക്സ് ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോ അനാലിസിസ് പറയാണ്. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് അനാലിസിസ്. എന്താണ് ഒബ്ജക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്? അതായത് ഒരു വർക്കിനെ എടുത്തു വെച്ചിട്ട് ക്രിറ്റിസിസം ആണ്, ടോട്ടലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിറ്റിസിസം ആണ്. പക്ഷെ അത് പല രീതിയിൽ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാമല്ലോ. അതിൽ ഒന്ന് എന്താണ്? ഒബ്ജക്റ്റീവ് അനാലിസിസ്. ഒരു വർക്കിനെ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയുകയാണ്. An objective analysis makes users the technique of independently investigating a particular subject matter with reference to the existing facts, figures, events and background information. എന്താണ് ഈ ഒബ്ജക്റ്റീവ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ കാര്യത്തെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. എന്തിൻ്റെയൊക്കെ ബേസിൽ? ഓൾറെഡി നിലനിൽക്കുന്ന ഫാക്ട്സിനെയോ ഫിഗേഴ്സിനെയോ ഇവൻസിനെയോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ്റെയോ ഒക്കെ ബേസിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു പർട്ടിക്കുലർ വർക്കിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതാണ് ഒബ്ജക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. An objective analysis can also be referred to as statistical interpretation, objective mapping or systematic probing into a subject and is completely devoid of personal feelings and viewpoint. ഈ പറയുന്ന ഒബ്ജക്റ്റീവ് അനാലിസിസിനെ തന്നെ നമുക്ക് എങ്ങനെയും കൺസിഡർ ചെയ്യാം ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്നോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മാപ്പിംഗ് എന്നോ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് പ്രോബിംഗ് എന്നോ ഒക്കെ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് അനാലിസിസിനെ പറയാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തുവാണെന്ന് വെച്ചാൽ ആൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഡിവോയ്ഡ് ഓഫ് പേഴ്സണൽ ഫീലിങ്സ് ആൻഡ് വ്യൂ പോയിൻറ്റ്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫീലിങ്സോ വ്യൂ പോയിൻറ്റോ ഒന്നും ഇതിൽ വരുന്നില്ല. അതാണ് ആദ്യമേ പറയുന്നത്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫോംസ്, ക്യാരക്ടേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ബേസിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പേഴ്സണൽ ഫീലിങ്സോ വ്യൂ പോയിൻറ്റ്സോ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, വരുന്നില്ല എവിടെ? ഒബ്ജക്റ്റീവ് അനാലിസിസിൽ. അടുത്തത് ട്രഡീഷണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. The traditional criticism approach examines how the author's life, his or her biographical information, contemporary times and effect of his life circumstances on his inspiration and their reflection in his works. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു വർക്ക് എടുത്തു വെച്ചിട്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ പോവാം. ഏത് തിയറിയുടെ ബേസിൽ? ഈ പറയുന്ന ട്രഡീഷണൽ ക്രിറ്റിസിസത്തിൻ്റെ ബേസിൽ ഞാൻ അതിനൊന്ന് അനലൈസ് ചെയ്യാൻ പോവാം. അപ്പം ഞാൻ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തിലൊക്കെയാണ്? ഓതേഴ്സ് ലൈഫ്, his or her biographical information, contemporary time and effect of his life circumstances on his inspiration and their reflection in his works. ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന എല്ലാമായിട്ട് റിലേറ്റ് ചെയ്ത് അത് എങ്ങനെ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമായിരിക്കണം ഞാൻ ഏതിൽ ഫോക്കസ് ചെയ്യേണ്ടത്? ട്രഡീഷണൽ ക്രിറ്റിസിസത്തിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾക്കായിരിക്കണം. അതായത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം എത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ദിസ് ടെക്നിക് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ജനറൽ സർവേസ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഈ ഒരു ട്രഡീഷണൽ ക്രിറ്റിസിസം വേ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് സർവേസ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ജനറൽ അനാലിസിസ് ഓഫ് ദ റൈറ്റേഴ്സ് ആസ് ഒപ്പോസിറ്റ് ടു എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ വർക്ക്സ്. ഈ ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ വർക്ക്സിലായിരിക്കത്തില്ല. ജനറലി നമ്മൾ റൈറ്റേഴ്സിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തത്തില്ല. അങ്ങനെയുള്ളതിൽ ഈ ഒരു ട്രഡീഷണൽ വേ ഓഫ് ക്രിറ്റിസിസം ഉപയോഗിക്കത്തുള്ളൂ. ഇനി അടുത്തത് ന്യൂ ക്രിറ്റിസിസം.
The new criticism approach is mostly used in poetry analysis and evaluates elements like diction, imagery, stanza structure, verse form, meanings, particularly the complexities of meaning. പ്രധാനമായിട്ട് ഈ ന്യൂ ക്രിറ്റിസിസം പേര് കേൾക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്താണെന്ന് ചിലപ്പം മനസ്സിലാവണമെന്നില്ല. ന്യൂ ക്രിറ്റിസിസം എന്നൊന്നും പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത്തരത്തിലൊന്നും ചിന്തിക്കത്തില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോയട്രി അനാലിസിസിലാണ്. അതിൽ തന്നെ പോയിംസിൻ്റെ എന്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്? അതിൻ്റെ എലമെൻറ്റ്സ് ലൈക്ക് ഡിക്ഷൻ, ഇമേജറി, സ്റ്റാൻസ സ്ട്രക്ചർ, വേഴ്സ് ഫോം, മീനിങ്സ്, പർട്ടിക്കുലർലി ദ കോംപ്ലക്സിറ്റീസ് ഓഫ് മീനിങ്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള സ്റ്റഡി നടത്താനാണ് ന്യൂ ക്രിറ്റിസിസം നമ്മൾ ഉപയോഗിക്കുന്നത്. This form of critical analysis refrains from analyzing the biographical and historical context of a poem. ഒരു പോയത്തിൻ്റെ ബയോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു അനാലിസിസ് ഈ ഒരു ക്രിറ്റിസിസത്തിലില്ല. ന്യൂ ക്രിറ്റിസിസം ഈ പറയുന്ന പോയത്തിൻ്റെ എലമെൻസിനെ കുറിച്ച് മാത്രമേ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ബയോഗ്രഫിക്കൽ സ്റ്റഡിയോ ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയോ ഒന്നും നടത്തുന്നില്ല. അതാണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അടുത്ത സോഷ്യോളജിക്കൽ ക്രിറ്റിസിസം. ദ സോഷ്യോളജിക്കൽ ക്രിറ്റിസിസം അപ്രോച്ച് ഡീൽസ് വിത്ത് ദ ഡയറക്റ്റ് അനാലിസിസ് of society with reference to societal problems, conflicts and contemporary issues. അത് പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. എന്താ? സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കുറേ പ്രോബ്ലംസ് ആണല്ലോ, അതിൻ്റെ എല്ലാം ബേസിൽ നടത്തുന്ന ഒരു ഡയറക്റ്റ് അനാലിസിസ് ആണ് സോഷ്യോളജിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. കണ്ടംപററി ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു സ്റ്റഡി നടത്തുന്നത്. Areas of analysis typically include events, happenings, cultural trends and effects of modernism. പ്രധാനമായിട്ട് ഈ പറയുന്ന സോഷ്യോളജിക്കൽ ക്രിറ്റിസിസത്തിൽ ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇവൻറ്റ്സ്, ഹാപ്പനിങ്സ്, കൾച്ചറൽ ട്രെൻഡ്സ് ആൻഡ് എഫക്ട്സ് ഓഫ് മോഡേണിസം, ഇതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത റെട്ടറിക്കൽ ക്രിറ്റിസിസം. The rhetorical criticism approach makes use of the technique of persuasion and aims to understand the confines of the content of poetry and other works of art. It evaluates the angle of approach, presentation of arguments, evidence and attitude. അപ്പോൾ ഈ റെട്ടറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പോയം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളിലേക്ക് കൺവേ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെയാണ്. ഏതൊരു വർക്ക് ഓഫ് ആർട്ടിൻ്റെ ആയാലും എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം. ഇറ്റ് ഇവാലുവേറ്റ്സ് ദ ആംഗിൾ ഓഫ് അപ്രോച്ച്, ആ ഒരു കണ്ടന്റിനെ എങ്ങനെയാണ് റൈറ്റർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, പ്രസൻറ്റേഷൻ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു, എവിഡൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, അതിനോട് എടുത്തിരിക്കുന്ന നിലപാട് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡി ചെയ്യുന്നതാണ് റെട്ടറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെറ്റഫോറിക്കൽ ക്രിറ്റിസിസം. A metaphorical critical analysis makes use of the use, nature, purpose and evaluation of metaphors used in any work. ആ പേരിൽ തന്നെ കിടപ്പുണ്ട് മെറ്റഫോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ആ ഒരു എനി വർക്ക് ഓഫ് ആർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫോഴ്സിനെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ. മെറ്റഫോറൊക്കെ എന്താണെന്നൊക്കെ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് അറിയായിരിക്കും. അപ്പോൾ അതിൻ്റെ പർപ്പസും അതിൻ്റെ ഇവാലുവേഷനും ഒക്കെ പഠിക്കുന്നതാണ്, യൂസും നേച്ചറും ഒക്കെ പഠിക്കുന്നതാണ് എന്ത് മെറ്റഫോറിക്കൽ ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. The analysis probes into the meaning and illustration along with the message conveyed of the metaphorical stance being used. അതായത് മെറ്റഫോറിക്കലി അത് ഷെയർ ചെയ്തിരിക്കുന്ന ആ ഒരു ഐഡിയയുടെ മീനിങ്ങും ഇല്ലുസ്ട്രേഷനും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു സ്റ്റഡിയാണ് ഏതെന്ന് പറയുന്നത് മെറ്റഫോറിക്കൽ ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തത് സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിസിസം. The structural critical analysis studies symmetry, trends and patterns for a particular society or for a societal comparative analysis of various societies underlying patterns of symmetry which are held to be common to all societies. Structuralist criticism എന്ന് പറയുമ്പോഴത്തേന് എന്തിനെയൊക്കെ കുറിച്ചാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റഡീസ് സിമെട്രി, ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഫോർ എ പർട്ടിക്കുലർ സൊസൈറ്റി. ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ കുറേ നോംസ് കാണുമല്ലോ, അതുമായിട്ട് ബാലൻസ്ഡ് ആണോ എന്നുള്ള കാര്യം, അതിൻ്റെ ഇതുമായിട്ട് ഒത്തുപോകുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ഫോർ എ സൊസൈറ്റൽ കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് വേരിയസ് സൊസൈറ്റീസിനെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി ആയിരിക്കും ഈ പറയുന്ന സ്ട്രക്ചറൽ ക്രിറ്റിസിസം ഫോക്കസ് ചെയ്യുന്നത്. സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ആ സൊസൈറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി എന്ന് വെച്ചാൽ സൊസൈറ്റിയിലെ പ്രോബ്ലമോ കാര്യമൊന്നും അല്ല, അതിൻ്റെ ഒരു സിമെട്രിയും ബാലൻസ് ചെയ്ത് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേരിയസ് സൊസൈറ്റീസിനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമല്ലോ അത്. കൊറോബറേഷൻ ഈസ് ഡ്രോൺ ഫ്രം സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കൊറോബറേഷൻ എടുത്തിരിക്കുന്നത് സോഷ്യോളജിയിൽ നിന്നും ആന്ത്രോപോളജി എന്ന് വെച്ചാൽ എവിഡൻസ് ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ
എഗ്രി ചെയ്യുന്ന തരത്തിലുള്ള എവിഡൻസസ് എല്ലാം എടുത്തിരിക്കുന്നത് സോഷ്യോളജിയിൽ നിന്നും ആന്ത്രോപോളജിയും റിലേറ്റഡ് ആയിട്ടാണ്. And the study techniques categorize and evaluate the work in larger context rather than assessing its quality alone. ഒരു വർക്കിൻ്റെ ക്വാളിറ്റി മാത്രം നോക്കുക അല്ല ഇവിടെ ചെയ്യുന്നത്, അതിൻ്റെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ലാർജർ കോണ്ടെക്സ്റ്റ് ബേസിലുള്ളൊരു അസസ്മെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അടുത്തത് ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം. ബയോഗ്രഫിക്കൽ ക്രിട്ടിക്കൽ അനാലിസിസ് ഇവാലുവേറ്റ്സ് എ പോയം ഇൻ ടേംസ് ഓഫ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ റൈറ്റേഴ്സ് സൈക്കോളജി ഓർ ആസ് ബയോഗ്രഫിക്കൽ ഡേറ്റാ പീസ്. ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇവാലുവേഷൻ എന്ന് വെച്ചാൽ, ഇവാലുവേറ്റ്സ് എ പോയം ഇൻ ടേംസ് ഓഫ് ദി റിഫ്ലക്ഷൻ ഓഫ് ദി റൈറ്റേഴ്സ് സൈക്കോളജി, റൈറ്റേഴ്സ് സൈക്കോളജിയുടെ ബേസിലുള്ളൊരു ഇവാലുവേഷൻ ഓർ ആസ് ബയോഗ്രഫിക്കൽ ഡേറ്റാ പീസ്, ഒരു ബയോഗ്രഫിക്കൽ ഡേറ്റാ പീസ് എന്നുള്ള നിലയിൽ. ബയോഗ്രഫി എന്ന് പറയുമ്പോഴത്തേന് ഒരാളുടെ ലൈഫിനെ കുറിച്ച് മറ്റൊരാൾ എഴുതുന്നത്, അപ്പം അതിൻ്റെ ആ ഒരു സൈക്കോളജി ബേസിൽ നടത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം. ദിസ് കൈൻഡ് ഓഫ് അനാലിസിസ് ഫോക്കസസ് ഓൺ ദി ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് എ പർട്ടിക്കുലർ വർക്ക് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻഫ്ലുവൻസസ്, ഇൻസ്പിറേഷൻ ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദി റൈറ്റർ. റൈറ്ററിൻ്റെ ലൈഫിനെയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അനാലിസിസ്, ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റൈറ്റർ ആൻഡ് ഹിസ് വർക്ക് എന്ന് പറയത്തില്ലേ, അതായത് ആ റൈറ്ററിൻ്റെയും റൈറ്ററിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ ഇതുമായിട്ടുള്ളൊരു ഇൻ്റർ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അനാലിസിസ് ആണ് ഇതെന്ന് പറയുന്നത് ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അടുത്തത് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം. ഇതിങ്ങനെ കുറേ ഉണ്ട്, അപ്പം ഞാൻ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അടുത്ത മാർക്സിസ്റ്റ് ക്രിറ്റിസിസം. In case of the Marxist critical analysis, poetry is analyzed on the basis of its political correctness and calls for mention of support for workers against capitalist exploitation and perils of free market. പേരിൽ തന്നെ അടുപ്പുണ്ട് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം എന്താണ്? പോയട്രി ഈസ് അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ബേസിലുള്ളൊരു അനാലിസിസ് ആണ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതായത് ഈ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, പൊളിറ്റിക്കലി നിൽക്കുന്ന ആ പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എഗെയിൻസ്റ്റ് മീൻസ് ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ട് തരത്തിലുള്ള ഒരു ക്രിറ്റിസിസം, അതാണ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അടുത്ത ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം. ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം അനലൈസസ് പോയറ്റിക് വർക്ക്സ് ഇൻ ദിയർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ഇവാലുവേറ്റ്സ് ദ യൂസ് ഓഫ് അലൂഷൻസ്, വേർഡ്സ്, ഫ്രേസസ് ആൻഡ് ഡിക്ഷൻ along with the conventions and expectations at the time of when the written works were produced. ഇത് പേരിൽ തന്നെ ഉണ്ട് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ നിന്നുള്ള ഇവാലുവേഷൻ ആണ്. ഇവാലുവേറ്റ്സ് ദ യൂസ് ഓഫ് അലൂഷൻസ്, വേർഡ്സ്, ഫ്രേസസ് ആൻഡ് ഡിക്ഷൻ and along with the conventions and expectations at the time of when the written works were produced. ആ ടൈമിൽ ഏത് ടൈമിലാണോ ഈ ഒരു പർട്ടിക്കുലർ വർക്ക് എഴുതിയത് ആ ടൈമിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ കാണുമല്ലോ, അതിൻ്റെ ബേസിലും ഈ പറയുന്ന അലൂഷൻസ്, വേർഡ്സ്, ഫ്രേസസ്, ഡിക്ഷൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ഇതിനെയൊക്കെ കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അടുത്തത് സൈക്കോളജിക്കൽ ക്രിറ്റിസിസം ആണ്. സൈക്കോളജിക്കൽ ക്രിട്ടിക്കൽ അനാലിസിസ് എക്സാമിൻസ് ടെക്സ്റ്റ് ആൻഡ് വർക്ക്സ് ഫോർ ദ portrayal of sexual imagery and against other Freudian concepts, struggles of the superego, the Oedipus complex, repressed contents of consciousness, etc. The purpose of Freudian analysis is to highlight the existence of psychic conflicts rather than looking for aesthetical merits. ഇത് പേര് തന്നെ ഉണ്ട് സൈക്കോളജിക്കൽ ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മീൻസ് കൂടുതലും ഒരു എസ്തെറ്റിക് മെറിറ്റ്സ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സൈക്കോളജിക്കലി നമ്മളൊരു വർക്കിനെ അനലൈസ് ചെയ്യുമല്ലോ, അതാണ് സൈക്കോളജിക്കൽ ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത്തരത്തിലുള്ള സൈക്കോളജിക്കലി നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ എത്ര കണ്ട് യൂസ് അതിൽ വരുന്നു അല്ലെങ്കിൽ അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അനാലിസിസ് ആണ് സൈക്കോളജിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അടുത്ത മിത്തോളജിക്കൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ മിത്തോളജിക്കൽ ക്രിറ്റിസിസം ഇവാലുവേറ്റ്സ് കണ്ടന്റ് ഫോർ ഇൻസ്റ്റിങ്ക്ച്വൽ ആൻഡ് innermost emotions in human nature which are influenced by certain events, happenings and character situations. മിത്തോളജിക്കൽ ക്രിറ്റിസിസം ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നർമോസ്റ്റ് ഇമോഷൻസ് ഉണ്ടല്ലോ, ഹ്യൂമൻ ബീങ്സിൻ്റെ ഉള്ളിലുള്ള കുറേ ഇന്നർമോസ്റ്റ് ഇമോഷൻസ്, അതിനെക്കുറിച്ചുള്ള ആ ഒരു ഇമോഷൻസിനെ, ഫീലിങ്സിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എന്തിൻ്റെ ബേസിൽ? എത്തരത്തിലുള്ളത്? വിച്ച് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സർട്ടൻ ഇവൻറ്റ്സ്, ഹാപ്പനിങ്സ് ആൻഡ് ക്യാരക്ടർ സിറ്റുവേഷൻസ്. ആ ഒരു പർട്ടിക്കുലർ വർക്കിൽ ക്യാരക്ടേഴ്സിൻ്റെ
ബേസിലോ സിറ്റുവേഷൻസ് ഇവൻറ്റ്സ് അതിൽ നടന്ന സംഭവങ്ങളുടെയൊക്കെ ബേസിൽ ഈ പറയുന്ന ഇന്നർ ഫീലിങ്സിലുണ്ടാകുന്ന ചേഞ്ചസ് അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് മിത്തോളജിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ദ അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ കമ്മ്യൂണൽ ബിലീഫ്സ് സിൻസ് മിത്തോളജി ഈസ് സ്ട്രോങ്ലി ഡിറൈവ്ഡ് ഫ്രം റിലീജിയസ് ബിലീഫ്സ്, ആന്ത്രോപോളജി ആൻഡ് കൾച്ചറൽ ഹിസ്റ്റോറി. ആ പേര് തന്നെ ഉണ്ടല്ലോ, മിത്തോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കുറേ ബിലീഫ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഉള്ള ആ ഒരു ബേസിൻ്റെ റിലീജിയസ് ബിലീഫ്സ് ആയിരിക്കും കൂടുതൽ. അത്തരത്തിലുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അടുത്തത് മോറലിസ്റ്റ് ക്രിറ്റിസിസം ആണ്. പിന്നെ ഒന്ന് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം. മോറലിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ദ മോറൽ ക്രിട്ടിക്കൽ അപ്രോച്ച് എക്സാമിൻസ് പോയട്രി ആൻഡ് ആർട്ട് വർക്ക്സ് എഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് എത്തിക്കൽ ആൻഡ് സിവിൽ ക്രൈറ്റീരിയ, ഹ്യൂമനിസ്റ്റ്, സൊസൈറ്റൽ ഇമ്പാക്റ്റ്, ടോളറൻസ്, ഇക്വാളിറ്റി, social justice and sensitivity. This approach adheres to the humanistic and civil elements in poems, dramas and other artwork and evaluates the impact and influence of works of literature in strict and normal context. അപ്പം മോറൽ ക്രിട്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ മോറൽസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താ പറയുന്നത്, പൊയട്രി എന്തിൻ്റെ ബേസിലാണ്, പൊയട്രി അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്കിനെ എഗൈൻസ്റ്റ് സ്റ്റാൻഡേർഡ് എത്തിക്കൽ ആൻഡ് സിവിൽ ക്രൈറ്റീരിയ, ഈ നിലനിൽക്കുന്ന കുറേ എത്തിക്കൽസ് അല്ലെങ്കിൽ സിവിൽ ക്രൈറ്റീരിയക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ളൊരു സ്റ്റഡിയാണ് മോറലിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഹ്യൂമനിസ്റ്റിക്, സൊസൈറ്റൽ ഇമ്പാക്റ്റ്, ടോളറൻസ്, ഇക്വാളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സെൻസിറ്റിവിറ്റി. അതായത് ഇപ്പം കുറേ നമ്മുടെ സൊസൈറ്റിയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇനിക്വാളിറ്റി ആയാലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ കുറിച്ചുള്ള അതിലൊക്കെ ഇല്ലാത്തൊരു മോറൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് മോറലിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വർക്കിന് മോറലി എത്ര കണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ളൊരു സ്റ്റഡി. അത് ഈ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഈ ഒരു ഇമ്മോറൽസ് ഉണ്ടല്ലോ കുറേ കാര്യങ്ങൾ, അപ്പം അതിനെ സപ്പോർട്ട് ചെയ്താണോ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്താണോ അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റൊക്കെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു സ്റ്റഡി, അതാണ് ഈ മോറലിസ്റ്റിക് ക്രിട്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തത് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം, പേര് തന്നെ ഉള്ളതാണ്. ഫെമിനിസ്റ്റ് ക്രിട്ടിക്കൽ അനാലിസിസ് ഈസ് കൺസേൺഡ് വിത്ത് ദ പൊളിറ്റിക്സ് ഓഫ് വിമൻസ് ഓതർഷിപ്പ്, റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വിമൻസ് കണ്ടീഷൻ വിത്തിൻ ലിറ്ററേച്ചർ. ഇപ്പോൾ ലിറ്ററേച്ചറിലായാലും ഏതൊരു ഫീൽഡിലായാലും വിമൻ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു അനാലിസിസ് ആണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. Origin of feminine criticism is originally derived from the classic works of 19th century women authors like George Eliot and Margaret Fuller. Based on the feminist theory, the feminist critical evaluation analyzes elements like stereotypes of women, images of women in literature, literary mistreatment of women, place of women in patriarchal societies and challenges faced by women in the modern era. Feminist critics കൂടുതലായിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്നാണ് പറയുന്നത്, എലമെൻറ്റ്സ് ലൈക്ക് സ്റ്റീരിയോടൈപ്സ് ഓഫ് വിമൻ, വിമൻ ഇതാണ്, ഈ ഒരു ടൈപ്പാണ് എന്നുള്ളൊരു കാറ്റഗറൈസേഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇമേജസ് ഓഫ് വിമൻ ഇൻ ലിറ്ററേച്ചറിൽ വിമനുള്ള ആ ഒരു ഇമേജ് എന്താണെന്നും, ലിറ്റററി മിസ്ട്രീറ്റ്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് പ്ലേസ് ഓഫ് വിമൻ ഇൻ പർട്ടിക്കുലർ സൊസൈറ്റീസ് ആൻഡ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ദി മോഡേൺ എറ, ഒരു ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ കുറിച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക്കൽ വ്യൂ പോയിൻ്റ് ഒരു വർക്കിൽ നടത്തുന്നതെന്ന് വെച്ചാൽ, ആ ഒരു വർക്ക് എടുത്ത് വെച്ചിട്ട് അതിലെ ലേഡി ക്യാരക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ആണല്ലോ, അത് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റഡി, അതാണ് എന്ത് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പം സ്പീഡിന് ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്, ഇത് ജസ്റ്റ് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ക്രിറ്റിസിസം എന്താണെന്നും ക്രിട്ടിക്കൽ തിയറി എന്താണെന്നും തിയറീസിൻ്റെ യൂസ് എന്താണെന്നും ഒക്കെ പറഞ്ഞതിന് ശേഷം ഇത്രയും തിയറീസ് പറയാണ്, ഇത്രയും അപ്രോച്ചസ് ആണ്. ഈ രീതിയിൽ നമുക്ക് ഓരോ വർക്കിനെയും ഇത്തരത്തിൽ എന്ത് ചെയ്യാം, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ കുറേ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ചിലതൊക്കെ പേര് വെച്ചിട്ട് കിട്ടും, പക്ഷേ ചിലതൊന്നും പേര് വെച്ചിട്ട് കിട്ടത്തില്ല. അപ്പോൾ കുറേ എക്സാമ്പിൾസ് കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ അതെന്തായാലും അങ്ങനെ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, എസ്സേക്ക് തന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ക്രിറ്റിസിസം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അപ്രോച്ചസ് എന്ന് പറയുന്നത്. കുറേ ഉണ്ട് എഴുതാനായിട്ട്. അപ്പോൾ എന്താ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു 15-നാണ് ഇതുവരെയ്ക്ക് ഡേറ്റ് വന്നിരിക്കുന്നത്, അങ്ങനെയാണ്, ഇനി മാറ്റാൻ ചാൻസ് ഇല്ല. അപ്പം ആ എക്സാം കഴിയുന്നത് വരയ്ക്ക് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ എക്സാമിന് വേണ്ടി വരുന്ന ടോപ്പിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞാൻ ആദ്യം ഇട്ട് പോകുന്നത്. ഇപ്പോൾ എന്തായാലും മെത്തഡോളജി തീർത്തിട്ടായിരിക്കും ബാക്കിയുള്ളത് ചെയ്യുന്നത്. അപ്പോൾ മെത്തഡോളജിയുടെ ബാക്കി ക്ലാസ്സസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്